സിപ്ന തള്ളിയുണ്ട്. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഞങ്ങളുടെ പോണ് ചോക്കാട്. അപ്പൊ ഞങ്ങളുടെ പോണെന്ന് വിചാരിച്ചാല് നമ്മള് കൊറേ വീഡിയോയിലുണ്ടായിന്. നിങ്ങളമ്മക്ക് ആരുമില്ലേ, നിങ്ങളമ്മക്ക് ബാക്കിക്കാരില്ലേ, ഏട്ടത്തിയാളില്ലേ, എവിടെയൊക്കെയാണ് പേരാന്ന് ചോദിച്ചിന്. അപ്പൊ ഇപ്പൊ നമ്മള് ഷെഫീക്ക് ഓട്ടം പഠിച്ച ടൈം ആയതുകൊണ്ട് തന്നെ നമ്മൾ അടുത്തുള്ള സ്ഥലമാണ് പിടിച്ചിരിക്കുന്നത്. ചോക്കാടാണ് പിടിച്ചിരിക്കുന്നത്. ഇപ്പാടെ നേരത്തെ കാലത്ത് കയറി എത്തിയിരിക്കണം, കുട്ടികളും കയറിയിരിക്കണം. ഇവിടെ ഒരാള് ഒങ്ങി നീശിക്കണോ പാമ്പേസിന് പഠിച്ച ഒങ്ങി നീശിക്കണോ അത് നന്നായി. ചോക്കാർക്കാണ് ഇപ്പൊ പോകാൻ നിക്കണേ. ഓല് വ്ളോഗില് ഫേസ് എന്താ മുഖം കാര്യമൊന്നും കാട്ടലുണ്ടാവില്ല. കാരണം എന്താ ഞമ്മള് നിർബന്ധിച്ചില്ല. ഓൾക്ക് അങ്ങനെ ഞമ്മളെ വീഡിയോ ഒന്നും കാണലുണ്ട്, ഇരിക്കലുണ്ട് അല്ലേ. പക്ഷെ ഓൾക്ക് എന്താ പറയാ, യൂട്യൂബിൽ വരാൻ ഇഷ്ടമല്ല. അതുകൊണ്ട് ഓരോ ഫേസും കാര്യം ഒന്നും അങ്ങനെ ഉണ്ടാവൂല. നിങ്ങളൊന്ന് വിചാരിച്ചിട്ടോ, ഓരോന്നും ആയിട്ടൊന്നല്ല. അപ്പൊ നമ്മള് ജസ്റ്റ് പോണ വീഡിയോ കുറച്ച് അവിടെ പോയിട്ട് അവിടെ ഇവിടെയൊക്കെ പോകണമെന്നുണ്ട്. അപ്പൊ അതിനും വേണ്ടി പോകാൻ നിൽക്കുകയാണ്. ഇമ്മ വാതിലൊക്കെ പൂട്ടി വരികയാണ്. ഷെഫീഖ് ഫസ്റ്റ് ഒരുങ്ങിയേക്കണം. ഛർദിച്ചാൻ വരൂല അതൊക്കെ ഉള്ളിൽ കയറിന്റെ സ്മെല്ലോട് ഇങ്ങനെ മേപ്പെട്ട് ഇങ്ങനെ ഒട്ടിക്കൊണ്ട് കണ്ണൊക്കെ അതുകൊണ്ട് ആ പേടി. ദിയാൻ എങ്ങനെയാണ് എന്റെ വലിയ മോനൊക്കെ കേറിയ കഴിഞ്ഞു. ഓ ഇല്ലാന്ന് പറയും. ഇവിടെ ഒറ്റക്ക് നിന്നാലും വേണ്ടില്ല അല്ലേ. ഓ ചിരിച്ച് ഓ ഇല്ലാന്ന് പറയും. അപ്പൊ ഉമ്മാന്റെ ഏട്ടത്തിന്റെ പെരിയേക്ക് പോവുകയാണ്. നമുക്ക് ഉമ്മാനോട് എന്താ പറയാല്ലത് ചോദിച്ചു നോക്കാം. എന്താ ഉമ്മങ്ങൾക്ക് പറയാല്ലേ? നമ്മളെ ബാക്കിക്കാരെ പെരിയെ പോവുകയാണ് അല്ലേ. എങ്ങനെ ഏട്ടത്തിന്റെ അടുക്ക് പോവുകയാണ് ആണ്. കൂട്ടോ കുടുംബം ഒക്കെ ഉണ്ട്. പക്ഷെ എങ്കിൽ ഓലൊക്കെ ഉണ്ടാകുന്നത് നിൽക്കാൻ താല്പര്യമല്ല. നിങ്ങൾ ചോദിച്ചില്ലേ ഉമ്മാക്ക് ആരുമില്ല, എല്ലാവരും ഉണ്ട്. തമ്മിയും ബാക്കി അല്ലാത്തതൊക്കെ ഉണ്ട്. നമുക്ക് ക്യാമറ മുന്നിലേക്ക് വരാന് മടിയാണ്. പോയി ലെവലൊന്നുമില്ല. നീച്ചി ഇതെന്താ കവറില്? നമ്മള് പോകുന്നു സിഫ്നാന്റെ മോഡൽ ചെരുപ്പ്, പുതിയ ചെരുപ്പ് അൽമാരി എടുത്ത് വെച്ചിരിക്കണം. അതിന് ഞാൻ കാറ് കയറിയപ്പോ 2 ചെരുപ്പ് 3 ചെരുപ്പേരൊക്കെ വന്നിട്ടുണ്ട്. സാഹചര്യം അനുസരിച്ച് ഇടും. ഡ്രസ് ഞാൻ കൊണ്ടുവന്നിട്ടില്ല. ഞാന് കൊണ്ടുവന്നിട്ടില്ലേടി രക്ഷി കുഞ്ഞിപ്പന്നെ. പൗഡർ ഇട്ടിട്ടില്ല. അളകല്ലേ ആർക്കെന്നാ ആദ്യമായിട്ടാണ് കാറിലൊക്കെ കുടുംബക്കാരോട് പോണത്. ഒക്കെ അവിടെ വെക്ക്. എന്തോ പറഞ്ഞു ഷഫീഖിന്റെ കുട്ടി. നാക്കൂല 2 3 എടുത്ത് എന്താ ഫീക്ക് ഊഞ്ഞാലടി കളിച്ചിട്ട് പോണ്ടേ? എന്താ അങ്ങോട്ട് സ്റ്റാർട്ടിങ് പ്രോബ്ലം ആണ്. കഴിഞ്ഞാ പിന്നെ കൊഴപ്പുണ്ടാവൂല. ഇമ്മ കയറി വാതിലും കൂട്ടി പേരോണ്ടിലേക്കോ. അല്ലെങ്കിൽ തന്നെ അല്ലേ പഠിച്ചാ വെല്ല രാവിലെ പോണെന്നൊക്കെ എഴുതിയ. അപ്പൊ വണ്ടികള് വല്ലാതെ ഉണ്ടാവൂലല്ലോ. വെല്ല ഓട്ടി ആക്കാൻ പോലെ. പക്ഷെ കൊറേ നേരമായി മാതിരി അല്ലേ. നിങ്ങൾ മൈൻഡ് ആക്കണ്ട. കാർ കേറി കഴിഞ്ഞാ പിന്നെ ആളെയല്ല. പോട്ടെ പോകും പോയിക്കോ. പോകും പോട്ടെ. ഞാൻ 4 രൂപ പാട്ട് കാണിച്ചാണ്. ഒന്നുമില്ല. ആള് കൊറച്ചില്ലോണ്ടേ. ആ വെള്ളമുണ്ട് എന്തിയോ മോളെ
ആദ്യത്തുണ്ടോ എല്ലാരും ഞാൻ അമ്മച്ചിന്റെ അടിയില്ല എന്റെ മടിക്കൊന്നും എവിടെയൊക്കെ കൂത്തിരുന്നോ ഞാൻ എന്നെ ആകെ കൊഞ്ഞിക്കാൻ അപ്പൊ തള്ളിക്ക സീറ്റ് തള്ളു തള്ളു അതില്ലേ പോലെ ആ കേറി പോകല്ലേ കാറിലും കാര്യൊക്കെ കേറി നമ്മള് പോകാണ്. ഇനിയിപ്പൊ പാട്ടും കാര്യൊക്കെ വേണമെന്ന് അറിയണ്ട. ഒക്കെ കുട്ടികളായതുകൊണ്ടേ ഒക്കെ അതിന് കുയിന്താട്ടിക്കാണ്. അപ്പൊ ഞമ്മള് പാട്ടും കാര്യൊക്കെ ഇട്ട് ഇനി അവിടെ എത്തിയിട്ട് കാണട്ടോ. മെല്ലെ മെല്ലെ ഞങ്ങളൊരു അർജന്റും ഇല്ലാതെ കാരണമുണ്ട് മന്ദം ഇങ്ങനെ പോകും. അപ്പൊ നമ്മള് പോകണ് സെറ്റല്ലേ ഷഫീഖ? ഇവിടെ എത്തുമ്പത്തിന് അത്തം കറ്റുന്നുണ്ട്. കുളത്തിന്റെ അവിടെയൊക്കെ പോയി അനു മോണ്ടന്റെ ഒക്കെ ഉണ്ടായി. മോണ്ടന്റെ ഒക്കെ വെള്ളമൊക്കെ കുടിച്ച് വാങ്ങി തന്ന് 11:30 12 മണി ആയിക്കണേ. ഇല്ലേ ഷേഖായേ? ഞങ്ങളവിടെ കുത്തിരുന്ന അങ്ങട്ട് 12 മണിയൊക്കെ ആയിട്ടാ വന്നത്. ഇപ്പൊ തൊയിരം തന്നെ വിളിച്ചോക്ക് ഞങ്ങള് ആ ഓല് ഇതൊക്കെ അവിടെ ഒന്നും അതാണ് പ്രശ്നം. അത് വേക്കിൽ അങ്ങനെ പോകേ. അതെ നമ്മള് പോവുകയാണെങ്കിൽ മാറിക്ക് വേക്ക് അങ്ങനെ നമ്മൾ ഉപ്പാനെ ഇവിടെ ഇറക്കിക്കണ്. നമ്മളിവിടെ ചോക്കാട് നമ്മളെ പേരതാക്കണ അവിടെ നമ്മളൊരു സ്ഥലത്തെത്തിയില്ല സാമന. എന്താ സ്ഥലത്തെത്തി. ഇവിടുത്തെ വലിയോളല്ല നമ്മളെ വലിയോള് അല്ല ഇവിടുത്തെ മൂത്തമ്മാന്റെ കുട്ടി ഇവിടെ ഇറങ്ങിന് ചോക്കാട് ഇറങ്ങിന്. കോളി കൃഷ്ണ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കേറണം. ഓലൊക്കെ അവിടെ എന്തൊക്കെ ഉണ്ടാക്കണ്ട ഉറപ്പാണ്. ഞങ്ങള് പറഞ്ഞിട്ട് നിങ്ങളൊന്നും യൂട്യൂബിൽ ഉണ്ടാവില്ല ഒന്നും തോന്നരുത് എന്ന്. സാഹചര്യങ്ങൾ കൊണ്ട് മാത്രം. അത് ഉപ്പാനെ ഞാൻ നേരെ കൊണ്ടുപോയി പെരിയിലാക്കിയിട്ട് ഇരുത്തിയിട്ട് കാണാം. അപ്പൊ നമ്മള് പെരിക്ക് നടന്നോണ്ടിരിക്കണല്ലേ. ലഗേജൊക്കെ കൊറേ ഉണ്ട് കേട്ടോ. ഒക്കെ വാരി പൊട്ടി പുറത്ത് വന്നിട്ട്. ഇതാണ് മൂത്തമ്മാന്റെ പെരപ്പനാല് കയറ്റിയതാവുള്ളത്. ഇപ്പൊ കുറച്ചു പോലെ പണ്ടത്തെ തറവാടാണ് അവിടെ കാണുന്നത്. ആ കുന്നും പുറത്ത് ആ പാൽപ്പൊടി എടുത്തോ കൊയ്യാ ഓട്ടിട്ട് പാനവിടെ ആള് എത്തിക്കണേ. എല്ലാരും അടുക്കളയിക്കാൻ വേണ്ടിക്കണ കേട്ടോ. കുട്ടികള് തുടങ്ങിയോ? ഒക്കെ എടുത്തിക്കണേ സിൻകാക്കോ വന്ന പാട് നല്ല നരങ്ങളും കാര്യൊക്കെ ആയിട്ട് ഇല്ല. നിങ്ങളൊന്നുമില്ല പായണ്ട ഒക്കെ വായുന്നത് ഞങ്ങളെന്നെ കാണുള്ളൂ. ഒന്നാമത് കല്യാണം കഴിച്ച പെരിയിലും കാര്യൊക്കെ ആയതുകൊണ്ട് നമ്മളെല്ലാരുടെ അവസ്ഥ നമുക്ക് അറിയും. നമ്മളെ അവസ്ഥ തന്നെ ഞങ്ങൾക്ക് നല്ല അറിയും. നിർബന്ധി ഒരവസ്ഥ അങ്ങനെയാണ്. എന്റെ എല്ലാവർക്കും ഓക്കെ ആണോ? യൂട്യൂബ് അല്ലല്ലോ നമ്മൾ തന്നെ അല്ലേ. എന്നിട്ട് ഞങ്ങൾ എടുക്കുകയാണ്. ഇന്റെ തന്നെ വേഗിലുണ്ടായില്ല ആദൂന്റെ കാണാനല്ല എടുക്കുന്ന ആദൂന്റെ നമ്മളെ ഡ്രൈവർ ചോപ്പ് ഡൗസർ. നമ്മളെ ഡ്രൈവറ് ഒരു പരിക്കും കൊതുക് ഒരു പരിക്കും പറ്റാതെ കൊണ്ടുവന്നിക്കണല്ലേ. എന്താ ഉപ്പാക്കും അറിയാല്ലേ? ലാസ്റ്റ് എന്താണ് കഴിഞ്ഞ മാസം 5-6 മാസം ചെറിന്റെ കല്യാണത്തിന് നിങ്ങളില്ല. ഇവിടെ ആൺകുട്ടികളെ പടാളാണ്. എന്താണ് നീശടാ അപ്പൊ വെള്ളം കുടിച്ചത് ചോറൊക്കെ ആയില്ലേ? എന്താ ബിരിയാണി വെച്ചോ? അല്ല ദമ്മിട്ടങ്ങട് കട്ടൻ ചായ ഉള്ളവരുടെ നാരകള് ചായ ഇട്ടത്. ഇവിടുത്തെ ആരമ്മ നിങ്ങളെ ഏട്ടത്തിന്റെ ഭർത്താവ് എവിടെയാണ്? എന്താ പണി പറഞ്ഞു കൊടുത്താൽ നിങ്ങളെ സൗണ്ടിൽ കേട്ടോട്ടെ. എന്താ നിങ്ങളപ്പാക്ക് പണി പറയും?
കുളിച്ചാണ് അറിയും നാട്ടിലേക്ക് വന്നു സത്യം. ഇവിടെ ഒരു മരോളുണ്ട്, 2 മരക്കളുണ്ട് അല്ലേ? മൊത്തത്തില് 4 മക്കള്. 2 ആണും 2 പെണ്ണും. വലുത് ഒരാണ്, പിന്നെ ഒരു ആർമിക്കാരൻ, പിന്നെ പൂമോള്, പിന്നെ മുത്തുമോള്. ഇനി ഒരു കല്യാണം ഉണ്ടാവും, ചെറുതിന്റെ കല്യാണം പുറത്തുണ്ടാവും. മകളെ കല്യാണം ഉണ്ടാവും. എല്ലാവർക്കും പേരക്കുട്ടികളുണ്ട്. മരോള് നിങ്ങളെ അമ്മാന്റെ പേരക്കാരൊന്നും വരലില്ലല്ലോ അങ്ങോട്ട്, കാണലില്ലല്ലോ, നിങ്ങൾ അങ്ങോട്ട് പോക്കില്ലല്ലോ. അപ്പൊ എല്ലാരും ഉണ്ട്, എല്ലാരും നമ്മളെ വീഡിയോക്ക് പെടുത്താൻ പറ്റൂലല്ലോ. ഞാൻ തിന്നിട്ടില്ല. ഇപ്പൊ തിന്നോ? ഇപ്പൊ കൊടുത്തമ്മ നീച്ചുണ്ടേച്ച് തിന്നാൻ കുത്തിരിക്കുക. നല്ല രസമുണ്ട്. താരമോളം ആണോ? ഛർദിച്ചാലും വന്നിട്ടില്ല. ഇവിടെ വന്ന് ഛർദിച്ചു. ഇതാണ് നമ്മളെ പട്ടാളക്കാരൻ. എന്തൊക്കെ കുറവാണോ? പിന്നെ പട്ടാള വൈറലാവുക ഉണ്ടില്ല. എന്റെ പെരക്കാരൊന്നും ഇട്ടിട്ടില്ല. കാശ്മീരാണ്. എന്താണ് അവിടെ പുല്ലർച്ചേ? ഇവിടെ നല്ല ഇല്ല ജില്ല മിനോസ് വീട്ടിച്ചല്ലേ ഇവിടെ നല്ല പപ്പട പൊരിച്ചല കാര്യൊക്കെയാണ്. ഉമ്മൊക്കെ അതുണ്ട്. നല്ല ബിരിയാണി ഒക്കെ ഉണ്ടാക്കി നല്ല രസാണ്. നല്ല ടേസ്റ്റ് എന്താ നല്ല പൊക്കുണ്ടാവില്ലേ? ഇതുണ്ടാക്കും മന്തിയും ആദ്യമായിട്ട് ഉമ്മൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ നല്ല രസേക്കാരം. നമുക്ക് ഉണ്ടാക്കാൻ അറിയില്ല. ചിക്കൻ നല്ല കൈപ്പുണ്യം പോകുമ്പോക്കാണ് അറിയാം. ബീഫ് ഉണ്ടോ? ചൂണ്ടല്ലേ? കജ്ജുള്ളി പോയതൊക്കെ ഇവിടെ അന്തസ്സായിട്ട് ഓളെ ബസ്സൊക്കെ വായ്പയൊക്കെ വാങ്ങി സിപ്പിന്റെ ബസ്സായിട്ട് പിന്നെ നല്ല ബീഫ് എന്താടാ ഞാനേ എന്താ വിചാരിച്ചേ? അത് ഞാനാണ് വിചാരിച്ചു. പാമ്പാന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇറച്ചിയൊക്കെ എടുക്കാൻ നേരത്തെ നമ്മളൊരു പ്ലേറ്റിൽ ഇങ്ങനെ ടേസ്റ്റ് നോക്കണം. അതിനാ കൊതുക് കുത്തിക്കണേ. കൊണ്ടോല്ലേ ബിരിയാണി കൂടിയൊക്കെ ചൂടാകും. ടേസ്റ്റ് നോക്കിയാ പോലെ. 40 സെന്റില് 1.5 വയറുകളായ പോയത്. നമ്മള് ചെറുപ്പം മുതലേ ഇവിടെ വന്നാല് നമ്മള് പോക്കുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ റിസോർട്ട് ഉണ്ട് അറിയില്ല. അത് നല്ലൊരു കുരുള കിട്ടണം. റിസോർട്ട് ഉണ്ട് അറിയണ്ട്. അവിടെയാണ് പോണം. പെരിയൊരു കുരുളെല്ലോ വാരി കോരിട്ടിക്കണം. തിന്നാക്കണ ഇവിടുത്തെ ചക്കന്മാരെ നല്ല കുറവുണ്ട്. അതായത് ആങ്ങളമാരെ മക്കളെ ചെറിയമാനെ മുന്നിൽ ഞങ്ങളത് പറഞ്ഞ എന്താ അറിയോ, സ്കൂള് പൂട്ടി ഞങ്ങളെല്ലാരും അമ്മായിന്റെ പേരില്ല അമ്മോന്റെ പേരിൽ ഒരുമിച്ച് കൂടുതലാണ്. ചെറുപ്പം മുതലേ നമ്മള് ഇറച്ചി കണ്ടിട്ട് തൊള്ളിയിൽ എല്ലാ സ്കൂൾ പൂട്ടലിനും പിന്നെ കെട്ടിച്ച് കഴിഞ്ഞ് കുറച്ചായപ്പോഴാണ് ഞങ്ങൾ ഇതൊക്കെ നിർത്തിവെച്ചത്. ഒറ്റക്ക് തിന്ന് ആഴ്ച കൊണ്ടാ ഇറച്ചിയൊക്കെ എടുത്ത് തിന്നണാക്കണേ ഈ സമന തിന്നാനെയാണ്. മൂടിയ സാ അല്ല ഇപ്പൊ ഒക്കെ നിർത്തി തിന്നു. ഈ പെരപ്പനാരെ ഇറക്കി എടുത്താട്ടോ. അവള് ചെറിയ പെരയിലേനി എല്ലാം കഷ്ടപ്പെട്ട് ഇറങ്ങാതിരിക്കണം. ഭക്ഷണം നല്ല പെരടുത്തു. ഇതിന് മേലെയുണ്ട് അല്ലേ? ആന്ന് കുട്ടിയാക്കില്ല ക്ലാസ് എങ്ങനെയുണ്ട് അല്ലേ?
അനക്കില്ലല്ലേ കുട്ടികൾക്കില്ലേ ചെറുപ്പത്തിലായില്ലേ ഇറച്ചിയിൽ എന്തൊരു എരിവാ അങ്ങനെ അവിടെ ചോറും ഇതൊക്കെ ആയിട്ട് ഓരോ പരിപാടി അവിടെ നടന്നത് ഇവിടെ വാ ഞാൻ കഴിച്ചു ഇപ്പൊ കടന്നുറങ്ങാ ഓൾക്ക് തന്നെ പണി നീ വാ വാ വോ. കടക്ക് കണ്ട നല്ല രണ്ടാളും തണുപ്പ് ഇവിടെ. രണ്ട് നിലയായിട്ടേ ചെറിന്റെ റൂം ആട്ടി കൊടുക്കാം ഓനെന്തോ മൂമെന്റോ അല്ല നമ്മളെ റൂം അങ്ങനെ കാട്ടാൻ പാടില്ല. ഓന്റെ റൂം അങ്ങനെ കാട്ടപ്പെട്ടില്ല ചെറിന്റെ റൂം ആട്ടി കൊടുക്കാം മെമ്മോറിയലല്ല ആണ് മൂമെന്റോ മൂമെന്റോ ചലച്ചിത്രല്ലേ അതൊക്കെ അവർക്ക് കിട്ടിയെന്ന് ഞങ്ങളെ കുടുംബത്തിൽ ആകെ ഒരു ആർമിയേ ഉള്ളൂ. അതന്നെ കൊണ്ടുപോയി രണ്ട് മക്കള് ഈ റൂമൊക്കെ ഇപ്പൊ എടുത്താട്ടോ രണ്ട് ആൺകുട്ടികളെ അതൊക്കെ തന്നെ വോയിസ് കേട്ടോട്ടെ ഇല്ല കുഞ്ഞിട്ട് പെടല്ലേ വർക്കല് നെറ്റിടി. ലൈറ്റ് ഇവിടെ ഇതാണ് ഒരാളെ റൂം കുട്ടികളെ ഇതും അതൊക്കെയാണ് എല്ലാരും സ്വപ്നം ഒരു പേരല്ല സഫീക്ക് ഓലെ കാറ്റ് നോറ്റ് ഇപ്പൊ ഉണ്ടായതാട്ടോ പേര ഇതാണ് ഇപ്പൊ നാളെ കല്യാണം കഴിഞ്ഞ ചെക്കന്റെ പേര പട്ടാളക്കാരന്റെ അല്ല റൂം പിന്നെ അവള് കാട്ടിക്കോ എന്ത് ബാത്റൂം കയറിയാള് ഇത് ബെഡ്ഷീറ്റൊക്കെ പാടാറ് എന്താണ് ലൈറ്റ് ഒക്കെ ഉണ്ടോ ഇവിടെ? ആ, ഉണ്ടോ? മേലത്തെ ഈ ലൈറ്റ് ഓഫ് ആക്ക ആ ലൈറ്റ് ഇടും അതൊക്കെ പത്ത് കാട്ടാട്ടെ. ഈ ആക്കും അവിടെ ഓള് ഉച്ചക്ക് പോയണ്ട് നോക്കാം അങ്ങോട്ട് പോട്ടെ ആന്താ കെട്ടുന്നോ അള്ളാ. ഇജിന്റെ അപ്പൊ നിന്നോ ഇപ്പൊ കാണൂല കടക്കി ചളിയാക്കണ്ട അതില്ലല്ലോ. ഇങ്ങനെ പല ആക്കണം നമ്മളെ room. ഫോട്ടോസും കാര്യം ഏ, ഇങ്ങനെ എന്റെ റൂം ഞങ്ങളുടെ അല്ല തന്നെ എല്ലാരും കുട്ടികളെ കാലുമ്പോ ചാലി ഉണ്ടാവും കടക്കിന്ന് ഇറങ്ങി ഓ വന്നാണ്ടല്ലോ അടി കിട്ടും അൽമാരൊക്കെ കാര്യം സെറ്റ് ആയില്ലേ ചില്ലും ഇതൊക്കെ നമ്മളെ ഇത് പാടി ഇത് ഷോക്കേസ് ഉണ്ടാക്കി അൽമാരയുടെ അതോ അങ്ങനെ അൽമാര ഉണ്ടാക്കിയതാണ്. ഇവിടെ വന്ന് ഉണ്ടാക്കി ഇതും അലമാര ഡ്രസ് ഷൂ ഒക്കെ ഡ്രസ്സൊക്കെ അല്ലേ അവിടെ അല്ലോന്റെ ചേട്ടൻ ഇങ്ങനത്തെയാണ് ഇപ്പൊ കളിച്ചത്. ഇത് കണ്ടിട്ട് സ്റ്റാൻഡ്. ഇതെന്താ ഇങ്ങനെ തൂക്കിയിടുക ഷർട്ടൊക്കെ ആങ്കറിനെ. എങ്ങനെ ഇതാണ് ഇപ്പൊ തൂക്കിയിടുക? കളിച്ചത്. ആങ്കറിനെ വെച്ചാൽ ഇങ്ങനെ കൊളത്തിയിടുക. അത് ഇതാണ് ഇപ്പൊ കളിച്ചത്. ഓരോ ഷർട്ട് ഇങ്ങനെ കൊളുത്തി കൊളുത്തിയിടുക ഒരിക്കലും ഇല്ല അത് സാരം. സമ്ന ഐ കുത്തുമ്പോ കുത്തു അല്ലേ എല്ലാ കഷ്ടം ബാ നമുക്ക് താഴത്തേക്കോ അടങ്ങി നിന്ന്. ആ. നല്ല സ്പ്രിങ് കറക്റ്റ് പോരുവാ ചെടി കണ്ട വീഡിയോ കണ്ട ഇട്ടാട്ടോ. കളിപ്പാട്ടിന് തിരക്കും കൂടിയാണ് ഒക്കെ മേലെ വെച്ചോ മറ്റേ കൂട്ടി കേടെടുത്തു ഇവിടെ ഉണ്ട് ഇവിടെ റൂമല്ലല്ലോ ആണ് ഇവിടെ ഇങ്ങോട്ട് പോരുവാ ഇനിയിപ്പൊ താഴത്തേക്ക് ഇറങ്ങാം ഫുഡും കാര്യമൊക്കെ ഏകദേശം 1 മണിയായപ്പോ തന്നെ ഓൾക്ക് ചോറുന്നിട്ട് നമുക്ക് പൊയ്ക്കോണ്ടേ പറഞ്ഞിട്ട് ടൈമിങ് ഇങ്ങനെ ആക്കണം. നല്ല ബിരിയാണി ചോക്കാട്ടാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാ അല്ലേ മുത്തോളെ ഇല്ല ചോക്കാട്ടാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാ അല്ലേ TK കോളനി ആ പോയപ്പോ വൈറലായല്ലോ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ശ്രദ്ധിക്കാതിരിക്കുക ഒക്കെ ആൺകുട്ടികളാണ് മൊത്തത്തിൽ ഇവിടെ ആൺകുട്ടികളാണ് പാരമ്പര്യമാണ് അറിയില്ല തന്നെ
ഇന്ന് ചോറൊന്നല്ലടി എന്നതിന് മുന്നേ കണ്ടുമ്മ ഏട്ടത്തിന്റെ ബിരിയാണി എങ്ങനെയുണ്ട്? സൂപ്പറാണ്. ഇതാണ് എങ്ങനെയുണ്ട്? രസമില്ലാന്ന് പുറത്താക്കൂട്ടോ, രസം ഉണ്ടായിരുന്നോ? സെപ്പീക്ക എങ്ങനെയുണ്ട്? വളമ്പാണ്, ഇനി ഇരുന്ന് തിന്നട്ടെ. ഞങ്ങള് ക്യാമറ ഓഫ് ആക്കിയാലേ ബാക്ക്ഗ്രൗണ്ടിൽ ജനങ്ങൾ കൂടുള്ളൂ. അപ്പൊ ഇതാക്കണ് ഇവിടെ നല്ലൊരു മയില്. ഞങ്ങളിപ്പോ മുറ്റത്തേക്ക് ഇറങ്ങി ഇനി പൊയ്ക്കൊന്ന് പോകാൻ നിക്കാണ്. എടി പീലില്ല മയിലാടി, എന്താ രസം. നോക്കട്ടെ. നല്ല രസം. പൊത്തൊന്നുമില്ലല്ലോ. പിന്നാലെ കൂടി കുത്തൂലെന്ന്. ഇവിടെ ഏറ്റവും വില ഇല്ലാത്ത സാധനം എന്താ വെച്ചാൽ മയിലാണ് അല്ലേ? അറിയില്ല. ആണോ? തിന്നാൻ കൊടുക്കുവോ? ഉമ്മൂനെ കണ്ട ഡാൻസ് കളിച്ച് നോക്കട്ടെ. അങ്ങനല്ല, അതേക്കാരം. ആണില്ലേ? വെറുതെ അല്ല, പേടില്ലാതെ പോണില്ലല്ലോ. റിതു എവിടെ? റിതു കണ്ടൂല. എവിടെ പോണ്? പൊയ്യി പോവാണ്. ഓൾക്ക് റിസോർട്ടൊക്കെ ഉണ്ടോ? ഓലതല്ല, അങ്ങോട്ടൊന്നല്ല, ആണ് റിസോർട്ടൊക്കെ പോണ്. വണ്ടിയില് കൊള്ളാത്തോണ്ട് ഇവിടെ ഒരു സ്കൂട്ടി ഉണ്ട്. കാർ ഓടിച്ച അവിടെ ആണുങ്ങളില്ല. അപ്പൊ കാർ ഓടിച്ചാനും ഇവലെ കാർ ഓടിച്ച ആണുങ്ങളില്ല. അപ്പൊ നമ്മള് സ്കൂട്ടി എവിടെയാണാവോ? ഇമേജ് ആ പട്ടിന്റെ അടുത്ത് കൂടെ വന്ന് അങ്ങനെ നമ്മള് കൊറച്ച് ആൾക്കാര് സ്കൂട്ടിമീ പോലെ അവിടെ കാറിലും കേറിയോണ്ട് നിക്കാണ്. പോയ കാണിച്ചത് പോയ വേറെ വൈബാണ്. നിങ്ങള് ഇൻസ്റ്റയിലോല് കൊറേ റീലും കാര്യൊക്കെ കണ്ടാണ്. സ്ഥലം മഞ്ചെടുത്ത ഓല് പോയിട്ട് പോകാം. അജി എവിടെയെങ്കിലും തട്ടിയിടാണെങ്കിൽ ആരെയും മനുഷ്യന്മാര് കാണണ്ടേ? ഞാൻ കേട്ടെ. നാടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കൊതുകിന്റെ പെരും കൊതുക. ആകെ ഡബറാക്കണം. പെരയൊക്കെ പൂട്ടി നമ്മള് പോവാ. ഞാൻ കേറാ. അപ്പൊ ഒരു വമ്പ ഇറക്കാണല്ലേ സമന. എന്താവുന്ന ഐഡിയ ഇല്ല. എങ്ങനെ മനസ്സിലാവണ്ട അറിയില്ല. പിന്നെ എന്റെ വലിയൊക്കെ ഉണ്ട്. ഇതാണോ റിസോർട്ട്? ഇതാണോ റിസോർട്ട്? ഇതന്നെയുള്ളോ? ഇവിടെ എന്താ കാണാന്? എന്താ ആസ്വദിക്കാന്? അല്ല ഇതവിടെ നിൽക്കാന്നിട്ട് അതാ വില്ല. കൊറേ കാസാര ഇട്ടച്ചിക്കുക. കൊറേ വണ്ടികളുണ്ട്. എന്നിട്ട് എന്തീ പോയാണോ വരൂല്? അതിന്റെ ഉള്ളിലാണല്ലോ ഈ കാര്യം. അവിടെ കൊറേ ആൾക്കാരുണ്ട് കേട്ടോ. നമ്മൾ മുറ്റം വരെ പോകില്ലേ? ഇല്ലേ, ഇവിടെ ഒരു പോകുള്ളൂ. ഞങ്ങള് പൊയിലൊക്കെ എത്തി. എല്ലാരും പോയോണ്ട് കേട് ഉള്ളു കല്ലു ഇതൊക്കെയാണ്. കുട്ടികള് മുന്നില് പോകല്ലേ. പുലിയോ? ചിത്ര ഇവിടെ എന്താ കെട്ടുങ്ങലോ എന്താ പറയാ? ആന്ന് അസല് പുലി. ആരാണ് അങ്ങനെ വരച്ചിക്കണില്ലേ? നല്ല രസം. കാണണ്ട അറിയില്ല. പുലി നിക്ക് നിക്ക്. കൊറേ ആൾക്കാരുണ്ട് കേട്ടോ. നിക്കടാ. അത് ചാടും അങ്ങനെ. അതില് വച്ചിട്ടില്ല ഇറങ്ങാൻ. ഞങ്ങളിത് ചാടി ഇറങ്ങിയേ. വെള്ളം വറ്റിക്കാണ് കേട്ടോ. അപ്പൊ
ചാട കഴിച്ചിട്ടൊക്കെ ഇവിടെ ഉണ്ട് എന്ത് ഇജ്ജ് ചാടുക സിനിയ ഇതാണ് വെല്ല ഇറങ്ങാരൂ കൂടെ ചാടല്ല കല്യാണുണ്ട് വെല്ലപ്പോ അങ്ങനെ പോലെ വെല്ല വെല്ല കുപ്പായ നടക്കണ്ട തല നനക്കരുത് കേട്ടോ തല ഇപ്പൊ നനക്കരുത് ഋതുവാ ലാസ്റ്റ് നനക്ക തല ടർക്കി ടർക്കി ഉണ്ടേനെ കൂട്ടിന്റെ മേത്ത് ഇവിടൊക്കെ ഫുള്ള് പാറയും കാര്യങ്ങളാ ഷാളുണ്ടേ എന്താ നിങ്ങക്ക് പരിപാടി എല്ലാരും വെള്ളത്തിറങ്ങി നല്ല തണുത്ത വെള്ളല്ലേ ഫുള്ള് കല്ല ഓരോരുത്തര് പുഷപ്പ് എടുക്കണ് എന്തെല്ലാം എടുക്കണ് റിസോർട്ടില് അതാണല്ലോ റിസോർട്ട് എന്തിനുണ്ടല്ലേ കാണാൻ പറ്റോ പൈസ പൈസ നിർത്തിയോ ഇപ്പൊ അവിടെ ടർക്കിയൊക്കെ പിടിച്ചിരിക്കണോ ഇനി ഇരുത്തിക്കണ് വെയിലാണേ ലേപ്പാ എന്തടി കുറച്ചേരൊക്കെ നീന്തി വെള്ളം നല്ല വെള്ളാണ് അല്ലേ നല്ല തണുപ്പ് ഐറ്റങ്ങൾ എന്തൊക്കെ വെള്ളമോ ജ്യൂസായിട്ടൊക്കെ വന്നിട്ടുണ്ട് പൈച്ചനെ കുറിച്ച് രാവിലെ വന്നേക്കാരേ കൊറേ ആൾക്കാരുണ്ട് അപ്പുറത്തിട്ടോ ആണുങ്ങൾ ചെക്കന്മാരൊക്കെ സ്കൂൾ ടൈമില് ചോലി എങ്ങട്ടീ പോണ് പൂമോളെ ചോലിത്തെ വെള്ളല്ലത് മലീത്തെ വെള്ളം മല ഇവിടെ അടുത്ത മല ഏത് അല്ല കേട്ടോ ആ കാടുണ്ട് കേട്ടോ മലയാണ് എനിക്ക് പിന്നെ എന്തോ പറയാലോ ഞാൻ വിശ്വസിച്ചല്ലോ അയ്യാൽ ചീച്ചേനെ ഇവിടെ കുട്ടിയാക്കൊരു സന്തോഷം നീരാട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി പെരി പോയിട്ട് കാണാം ഇനി ചോക്കാട്ടെ അത് ഓന്റെ വാങ്ങാം ഇതെന്താ സോഷ്യൽ വരേന് ചോക്കാട് പശ്ചിമഘട്ടത്തിന്റെ വേറൊരു ഭാഗമാണ് പശ്ചിമഘട്ട സോഷ്യലിൽ വന്നു ചോക്കാട് എന്തുകൊണ്ട് സോഷ്യലിൽ വന്നില്ല സെക്കൻഡ് പാർട്ടിൽ വരെ കൊടുത്തിട്ടില്ല വെയിലാടി വെല്ലിപ്പാക്ക് വെയില് എന്റെ കുട്ടിക്ക് മുഖ്യ സ്ഥലം വേണ്ട നാളെ ആശുപത്രി പോയി വരയ്ക്കുന്നില്ലേ അങ്ങനെ കുട്ടികളെ കുളിയെ കഴിഞ്ഞ് തലയൊക്കെ തോത്തി തലവെക്കലൊക്കെ കഴിഞ്ഞപ്പോ അവിടുത്തെ ന്യൂസ് വിളിച്ചിന് ചായ വെള്ളം കൊണ്ടുവന്നോ കുഞ്ഞിട്ട് ചെക്ക അവിടുന്ന് ചായ മായ കൊടുത്തയച്ചിരുന്നു അപ്പൊ ഇവിടെ നിന്ന് കുടിച്ചാലോ വെച്ചിട്ട് കൊണ്ടുവന്നുണ്ടെന്ന് പറഞ്ഞു കൊണ്ടുവരുന്ന വെച്ചിരുന്ന കൊണ്ടുവരുന്ന ഇവിടെ വൈകിട്ട് സെറ്റില് നല്ല സ്പോട്ട് ഒന്നല്ല കേട്ടോ ഫുള്ള് ആ പുലിയൊക്കെ നോക്കാം ഞങ്ങൾ കണ്ടപ്പോ സൂക്ഷിച്ചു പുലിനെ കണ്ടപ്പോ നമ്മളെ പുലി ആയിരിക്കുമെന്ന് കരുതിയില്ലേ ഇതല്ല അവിടെ നല്ലൊരു കെട്ടുണ്ട് കൊറേ അപകടങ്ങൾ പറയുന്നത് ഇവിടുത്തെ മൂത്തമ്മ പറയണ എന്താ വെച്ചാല് മലയ്ക്ക് വെള്ളം പെയ്യും മലയ്ക്ക് മഴ പെയ്യുമ്പോ
അവിടെ വളരെ അപകടം അറിയില്ല. നിക്കണ ആൾക്കാര് പോക്കുണ്ട് മഴക്കാലത്ത്. ഇപ്പൊ ഏതായാലും ഉണ്ടാവൂല, പക്ഷെ ആ മഴക്കാലത്തിന്റെ ടൈമിലാണത്. അപ്പൊ അങ്ങനെ വിശ്വസിക്കാൻ പറ്റാത്ത പൊയ്യാണ്, കൊറേ ജീവൻ എടുത്തിരുന്നു. ഇനി ഞങ്ങൾ ചായക്കും വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ ഇവിടുത്തല്ലേ ഈ നാട്ടിലത്തെ? ഇവിടെ ഇല്ലോ തന്നെ. അപ്പൊ ചായ കൊറേ നേരം കാത്തിക്കണ എത്തിയിട്ടില്ല. ചായ ഉണ്ടാക്കുകയൊക്കെ വേണ്ടേ? ഇതിന്റെ അപ്പുറത്തേക്ക് പോവേക്കൂല ഇല്ലല്ലേ? ആ അങ്ങനെയുണ്ട്. വേണ്ട സിനിമ വേണ്ട വേണ്ട. ആ ഇതിലെ പോണം. ഇതിലെ പോണതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് കാണണെങ്കിലേ അയക്ക് പോകും തലടിച്ച് അവിടെ കെട്ടുണ്ട്. അന്റെ ഫോൺ ഉണ്ടോ ഇല്ല ഇതങ്ങോട്ടൊരു പേടില്ലാതെ ആ ഫോണ് പൂമ ഫോണ് അങ്ങോട്ട് വച്ചില്ല. ഇതോട് പോര് വച്ചില്ല അവിടെ വച്ചില്ല. ഇങ്ങോട്ട് കയറിയതോ ഓ വലിച്ചു. അപ്പൊ സെബിക്ക് അവിടെ നിക്കണ വിളിച്ചിക്ക. എവിടെ സെബിക്ക് അവിടെ ഇത് പോരി സെബിക്കിനെ കാണാനല്ല. ഉണ്ടോ? ഓനോട് വരാൻ പറയും. ഓനോട് വരാൻ പറയും. അവിടെ പോയിക്കോ. അന്റെ മക്കളും മറ്റോരെ മക്കളൊക്കെ ഇങ്ങോട്ട് വരാൻ നിക്ക. ശരിയാ പോവാൻ വയ്ക്കൂലേ? ആണല്ലേ? ക്യാമറ തരാൻ വയ്ക്കൂല. ക്യാമറ തരാൻ എങ്ങനെ കൊടുക്കും? ഒഴിയാലും ഇവിടെ നിക്കൂലേ? എങ്ങോട്ടാ പോവാ? പോന്ന് വെള്ളത്തിൽ കൂടെ ഇരുന്നിട്ടോ കുറിച്ച് പോണാലും ഈ ഒരു ഒയ്ക്കാണ്. വൈക്കോട്ടെ അത് പോലെ കേറ് ഇവിടുത്തെ വ്യൂ കാട്ടി തരാൻ വേണ്ടി വന്ന അതില് പോലാതെ എങ്ങട്ട് അതൊന്നും കൂടി കേറുന്നിട്ട് എന്റെ കൈയോടിട്ടാ ഭയങ്കര കഥകാല് കൊണ്ടുപോകും. ഒരു കാലേ ഇതുമ്മ കാല് വെക്ക് ഒന്നുമില്ല. എന്താ രസം. വരുന്നോണ്ട് വരും അങ്ങനെ വിളിക്കൊണ്ട് പോകും. ഞാൻ പരിക്കില്ല കണ്ടിട്ടില്ല. ആടാ എന്തോ രസല്ലേ. ഇവിടെ സേവനൊക്കെ വച്ചിട്ടോ സെറ്റ് സ്ഥലം. വാ നല്ല രസം. വെയ്ക്കോ
ഒരു പായോടെ ഇറങ്ങേ. സൂപ്പർ സ്ഥലം. ഇവിടെ ഒളിച്ചും പോകൂല. ഇവിടെ നിക്ക് ഇവിടെ ഒലിച്ചു പോവില്ല കേട്ടോ. അവിടെയാണ് നമുക്ക് പിന്നെയും പേടിയില്ല. ഇവിടെയാണ് അന്ന് കരുവാര കൊണ്ടുവന്ന് അന്ന് കാക്ക മരത്തിലെ ടൈമിന് നല്ല വെള്ളമില്ലാത്ത ടൈമിൽ നമ്മൾ ഇങ്ങനെ പോവുള്ളൂ കേട്ടോ. ഇവിടെ പിന്നെ വെള്ളമില്ല. ഇവിടെയാണ് അന്ന് ആ കാക്ക മരിച്ചു, കാല് കുടുങ്ങിയിട്ട് മരിച്ചു പറഞ്ഞ കാക്ക കേട്ടോ. ഈ പൊയിൽ എല്ലാരും വരും. കാരണം ഇൻസ്റ്റയിലും കാര്യമൊക്കെ റീലും കാര്യമൊക്കെ ആയതുകൊണ്ടേ എല്ലാരും വന്ന ടൈമിന് ഇതങ്ങനെ കനാല അതിലങ്ങനെ പോവാണ്. കൊയിഞ്ഞാലേ ഇവിടെ അങ്ങനെ തോക്ക എങ്ങനെയുണ്ട്? ചാടിക്കോ, ഇവിടെ ഒഴിക്കില്ലല്ലോ. അതാ വരുന്നോള് ഒരാള്. ആദ്യം ഇങ്ങോട്ട് ഇറങ്ങ്. നല്ല രസം. ഇങ്ങോട്ട് കേറ്. എന്തായേ? എടാ അറിയാതെ തട്ടിയതാട്ടാ. സാല്ല തള്ളിയണ്ട്. ഇതൊക്കാ സ്വർഗം മാതിരില്ലേ? എന്താ രസം. അത് ചവിട്ടി. അത് സാരില്ലൊക്കെ സ്വാഭാവികം. എടി ഇവിടെ കണ്ടിട്ടാ നീന്താൻ തോന്നുന്നു. ഇറങ്ങി ആ ഉണ്ട്. എന്താ രസം. ഫ്രീ ആയി നിൽക്കണോലൊക്കെ ഇറങ്ങി വരിക അല്ലേ? അമ്മാതി സെറ്റ് സാധനം. മലയിന്ന് വരുന്ന വെള്ളമായോണ്ടാണ്. നോക്കി മുള്ളുണ്ടാവേ. മുള്ള് എന്താലേ. ഞങ്ങൾ അന്ന് വന്നൊരു ഓർമ്മയാണ്. എന്ന് വിചാരിച്ചാല് ഞാനൊരു +1 +2 പഠിച്ച ടൈമിലാണ് ഇവിടുത്തെ വലിയ മകളെ കല്യാണം. ആ ടൈമിൽ ഞങ്ങൾ ഇവിടെ വന്ന് തിരുമ്പാനും കല്യാണത്തിന്റെ തിരക്കും കാര്യമൊക്കെ ആയിട്ട് ഇവിടെയൊക്കെ നോക്കി വള്ളത്തിന്റെ ഒരു ക്ലിയർ അറിയണത്. അത് പിന്നെ അങ്ങനെ ഇവിടെ വന്നാ പിന്നെ അങ്ങ് തോടായിട്ട് പോകാണ് ഒന്നില്ലേ. ആ റീലാല്ലേ ഇത്? എല്ലാരും ഒഴുകി വരുന്നത്. പക്ഷെ ഇപ്പളാ കത്തണ ഈ ഏരിയ ആണ്. മീനും ഉണ്ടാവും ഇവിടെ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മള് വന്ന ഫുള്ള് കല്ലാങ്കാരി അല്ലേ? ഇത് പിന്നെ പൊയ്യല്ല തോടും അല്ലേ? അവിടെ പോയാ ഇവിടെ തോട്. ഓയ് വെല്ലവാ. പിന്നെ അതങ്ങനെ അവിടെ അക്കരെത്തി. ഇതാടാ അക്കരെ. എടാ നീന്തി കുളിക്കാൻ തോന്നുന്നു. ചാടിക്കോ മുങ്ങരുത്. ഇവിടെ ഒഴിക്കൂലേ. അവിടെയാണ് പേടി. യോതിയാ പോണൊക്കെ. ആ തലക്കെന്ന് ഇങ്ങോട്ട് വാ. എന്തേ കൈയൊട്ടി? ഓ ഞാൻ അങ്ങോട്ട് മേലെ കറക്കി മേലെ അങ്ങനെ നീന്ത. ഞൊക്കത്തിന് അക്കർക്ക്. സിഫ്ന നമുക്ക് ആ തലക്കെന്ന് ഇങ്ങനെ വന്നാലോ? ആ ഇവിടെ വെള്ളം കഴിഞ്ഞ അങ്ങനെ ഏരിയയിലാണ് മറ്റേ ഇത് നിറച്ച് പാറകളാട്ടോ. നിങ്ങൾ ഈ കാണുന്ന ഫുള്ള് പാറകളാ. ഞെട്ടില്ല. അപ്പൊ ഓള് ചായയും കടിയും കൊണ്ടുവന്നോ? അതുവാ ആ മേലെന്ന് ഇങ്ങോട്ട് വാ. അങ്ങോട്ട് നടക്കാൻ കഴിയില്ലല്ലോ. ഇടങ്ങാറക്കാരം. ആ ഉഗല ഇതുപോലൊക്കെ കൈ പിടിച്ചു വാ. സിഫ്ന നീന്താൻ തോന്നുന്നുണ്ടോ? വള്ളത്തിന് അയച്ചിട്ട് ഇവിടെ വെള്ളം ഉണ്ടായിട്ട് എന്താ കാര്യം? വള്ളത്തിന് അയച്ചു മീനൂസ് ഉണ്ടാക്കിട്ട് പോകടി. ഒളിഞ്ഞൊക്കെ ഇതൊന്ന് ഇറങ്ങിയാലോ? ഇജുമുണ്ടോ? നമുക്കൊന്ന് പോയാലോ? അവിടെ വരെ നീന്തി വരാം. കുത്തിരിക്കേ ഡ്രസ് നനിയോന്നാണ്. അല്ലാത്ത ഇറങ്ങണ്ടല്ലേ. ഡ്രസ്സാണ് കണ്ട് മനസ്സാ.
കേറ് കേറ്. ഇഞ്ഞേ ആദ്യം റീതുവോ ഫീതുവോ മൂന്നാളും ഇങ്ങനെ ഇരിക്കി. റീതു ആദ്യം. ഫീതുവോ വാ വാ വാ. ഇവിടെ ഇരിക്ക് ഇവിടെ ഇരിക്ക്. റീതുവോ അവിടെ ഇരിക്ക്. റീതു ആദ്യം ഇരിക്ക്. റീതുവോ 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 ഇരു മുന്നിലിരിക്ക്. അതിന്റെ ബേക്കില് ഫീതു ഇരിക്ക്. ഇജ്ജ് അവിടെ ഇരിക്ക്. പോവല്ലേ ഫീതു. ഓന്റെ ബേക്കിലിരിക്ക്. കാലിങ്ങനെ ഇങ്ങനെ ആയിരിക്ക്. അതാ ബേക്കില്. ആ ആദ്യം ഫിദുവിന്റെ ബേക്കിലിരിക്ക്. ആദ്യം ഫിദുവിന്റെ ബേക്കില്. ഫിദുവിന്റെ ബേക്ക് പോ. റെഡി വാ. ഓ ബേക്കിലാ ഫിദുവിന്റെ ബേക്കില്. അങ്ങനെയല്ല ഫിദു അങ്ങനെ. ഇങ്ങനെ പോവാൻ കഴിയുമോ? ചാടിച്ചാ പോ മതി. ഇവിടെ വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് ഉണ്ട്. തലയൊക്കെ തോത്തി കൊടുത്തേനി. ഇതിലൊക്കെ വൈകുണ്ട്. ഒരു കോട്ട രൂപല്ലേ ഇത്? ഭയങ്കര ഇക്കതിയാനല്ലേ പോകണ്ടോ? ചെല്ലേ ചെല്ലേ. ഇമ്മേ ആ പെണ്ണാരെ കൊണ്ടുപോവുക. ഞാൻ ഇന്നെ കൊണ്ടാണ് നിക്ക്. സബിക്ക് പോലെടുത്ത് ഒരു കാല് വെച്ചോ കുഴപ്പമൊന്നുമില്ല. കൈയ്യോണ്ടാ പോവുകയാണെങ്കിലോ വിടൂല. അന്നെ വിടൂല. ഇവിടെ ചവിട്ട്. അങ്ങനെയൊന്നുമില്ല. കൊണ്ട മത്സ്യക്കാറ് മേലോട്ടോ. പുതിയ ഐഡ പരീക്ഷിച്ചു ചേച്ചില്ല. പിന്നെ ടൗസറാ നമ്മളതല്ലല്ലോ. കുഞ്ഞുട്ടി പോയാണ്ട് നല്ല ചായയും കടിയൊക്കെ കൊണ്ടുവന്നിക്കണം. ചായയും കടി വേണ്ടിയോ? ഇവിടെ കമോൺ. പണിയായടി. എന്ത് പണി? ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. മൈദപ്പൊടി ഇല്ലേനോടെ ഉണ്ടാക്കിയോ? ഇല്ല. ആ അങ്ങനെ അത് നന്നായി. മൈദപ്പൊടി കടലേറ്റ് ഒക്കെ വാങ്ങിക്കണോന്. ഇമ്മേ കുഞ്ഞുട്ടിയോ പേടിച്ചു വലിച്ചോ. എടി ഇത് കുടിച്ചാ ചേപ്പിന അതെന്താ പറഞ്ഞേ? എന്താണ് പക്കാവടെ? എടി കേട്ടില്ലടി മിനിയോ? ചായ. ചായ ഉണ്ടാക്കിട്ടോ.
ഞങ്ങളെ വിളിച്ചാൽ മാണ്ട അറിയാം ആർത്തോക്കാം ഏതായാലും നിങ്ങൾ ഇവിടെ കാറ്റും ഓന അടീന്ന് ചവിട്ടിയാ മതി മേലത്തെ സ്റ്റെപ്പ് ചവിട്ടണ അടീത്തെ സ്റ്റെപ്പ് വന്നിട്ട് കേറി കാലണ്ട് എത്തിയില്ല മേലക്ക് ഓൻ വലിച്ചണ്ട് തീരുമാനമായി എന്ത് കട്ലറ്റ് സമൂസ കൊക്കാവട വലിയ പാത്രത്തിൽ സമന കൊക്കാവട ഒക്കെ നിലത്തിക്ക ഇല്ല ഇനി പെരിയില് സാധനം ഞാൻ ചോദിച്ചു ഒക്കെ കൊടുത്തിക്കണ് അത് കുഞ്ഞുട്ടിമാ വന്നിക്കണ വലിയ മൂത്ത മകത്തിക്കണ് കുഞ്ഞിട്ട് എത്ര നേരത്തെ എത്തലില്ലല്ലോ ഇന്ന് ഭാഗ്യണ്ട് തുണി അഞ്ഞു ചെറിയ കൂടി ഇറങ്ങിയില്ലേ ഇവിടെ കുട്ടീര് പറഞ്ഞേ ഒക്കെ പോയില്ല ആരുമില്ല ഇപ്പൊ നമ്മളന്നെ ഉള്ളു ചെവിക്ക് ഇരുന്ന് കുടിക്കൂ എല്ലാരും പേര് പിമ്മി ഇവിടെ തിന്നുണ്ട് എല്ലാം കഴിഞ്ഞു എല്ലാരും സാധനമൊക്കെ കെട്ടി പൊറുക്കി കുട്ടികളെ മക്കളെ ഇട്ട് വന്ന ഉപ്പത്തിന് കൊയങ്ങി മറന്നിക്കണം ടൈം 5 മണി 5-ന് പനായാലും കയറ്റി ഓല് അവിടെ വണ്ടിയിൽ വരുന്നുണ്ട് ഓനെ നോക്കിയില്ല ഓന അയലൊക്കത്തുണ്ട് കിട്ടും തിരിച്ചാന് ഞോല് ഓതി കയറുള്ളൂ ഒക്കെ നിക്കണൊക്കെ വേക്കില് അതന്നെ ഒക്കെ ഓല വണ്ടി അവിടെ എത്തിക്കണേ മൂത്തമ്മ തീ കയറാൻ വരികയാണ് മാറി നോളി എല്ലാരും മുന്നേ പോരി പോരി ഇതിനെ എത്തപ്പെട ഉണ്ട പൊരി എടുക്കണ്ടോ കാറിന്റെ ബേക്കിൽ നോക്കിക്കാന് എന്റെ പൊന്നോ ഈ ഒരു ഇതിന് ഇപ്പൊ 10 അങ്ങോട്ട് പോന്നോളി കുറച്ചൊന്നും ഇങ്ങനെ എടുത്താൽ മതി കുറച്ച് വേണം മതി ഫുള്ളടിക്കോ ഫുള്ളടിക്കോ പോയിക്കോ മതി ഫുള്ളടിച്ചെടുത്താൽ മതി ഫുള്ളടിക്കും കയറ്റിക്കോ മിറ്റത്ത് കയറ്റിക്കാണ്ട് പോകുമ്പോൾ ഇയാള് പോകാണ് കുഞ്ഞാക്കൊന്നിടാക്കും പോലെ പോവാ നീ വിടൂല അപ്പലെ പ്രശ്നം അതാണ് അവിടെ വന്നാ വിടൂല അല്ലല്ല രാവിലെ പോവല്ലേ മായ അല്ല മായ ഉണ്ട് അപ്പൊ ഏതായാലും ഞങ്ങൾ ഇതീ പോട്ടെ അതില് ഓല അങ്ങനെ പോയി അങ്ങോട്ട് പോയിക്കോ ഇങ്ങോട്ട് പോയിക്കോ കാർ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തിട്ടോ സമന എവിടെ അതിന് സ്ഥലല്ലേ ഒക്കെ ലോടാ നാട്ടിലിരിക്കലൊക്കെ കഴിഞ്ഞ് ലഗേജ് ഒക്കെ കെട്ടി ഇനി പോകാൻ ഞങ്ങള് യാത്ര കിട്ടണില്ല അതൊക്കെ എങ്ങനെ ഒന്നും വരെ പറഞ്ഞാൽ നിങ്ങൾ ഒച്ചയിലും കേട്ടോട്ടെ ഇവിടെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ എത്ര ആളുണ്ട് 2 ജനങ്ങളുണ്ടാവും ഒരു മരോളും ഉണ്ട് മകളുണ്ട് 2 പേരുകുട്ടികളും പിന്നെ മൂത്തമ്മയുണ്ട് കേട്ടോ അലയാക്കല്ല മൂത്താപ്പ ബാങ്കിൽ ജോലിയാണ് അപ്പൊ വന്നിട്ടില്ല നമ്മൾ ഇവിടെ നടന്നാതൊക്കെയാണ് പിന്നെ പോയതാണ് അതായത് വലിയ യാത്രയായിട്ടുണ്ടായി പോയതാണ് യാത്രയപ്പിന് പോയതാണ് കോഴിക്കോട് അഞ്ഞൊരു കല്യാണമല്ല പാർട്ടിക്കാരോടൊക്കെ അത് ആവല്ല കല്യാണത്തിനാണ് വരും
ചെറുതിന്റെ കല്യാണമാണ്, അപ്പൊ അതിന് വിളിച്ചു, അതിന് വരും. അപ്പൊ ഇനി പറയാൻ വേണ്ട കല്യാണം പറയാൻ. അത് നമ്മളിനി വണ്ടി കയറിയിട്ടാണ്. വണ്ടി കയറി ഏകദേശം എത്താനായി. നമ്മുടെ 10-20 ഉള്ളിൽ എത്തും എന്ന് പ്രതീക്ഷയിൽ പോയോണ്ടിരിക്കുകയാണ്. ഡ്രൈവർ ആയോണ്ട് ഡ്രൈവറിന്റെ പവർ കാറിന് വർക്കത്താന്നറിയില്ല, സാധിച്ചിട്ടില്ല. ഡ്രൈവറിന്റെ പവർ ആവാൻ ചാൻസ് ഇല്ല. വീക്കെ ദിയാന്റെ കൗണ്ടക്കണ്ണ് വന്നപ്പോ കയറിയതാണ്, ഇതുവരെ അടഞ്ഞിട്ടില്ല. ഇതിന് പരാജയപ്പെട്ട് ഉറങ്ങിപ്പോയി, ക്ഷീണം കൊണ്ട് ഉറങ്ങിയാണ്. അല്ലാതെ കാറിന് ഉറങ്ങി, ഇനിയിപ്പോ നീച്ചതാണ്. മറ്റവന് ഉറക്കത്തിന്റെ മൂഡിലാണ്. എങ്ങനെയുണ്ട് ഷെബീക്കെ? ഡ്രൈവിംഗ് സൂപ്പർ അല്ലേ? ലോങ് ട്രിപ്പ്, ആദ്യത്തെ ലോങ് ട്രിപ്പ് അല്ലേ? ആദ്യമായിട്ടാണ് ഇത്ര ദൂരം പോകണടാ. ഫസ്റ്റ് മക്കൾ വന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ പോകണ്ടെന്നൊക്കെ പറഞ്ഞ് കൊറേ ചീത്ത പറയുന്നോണ്ട് പിന്നെ കുഴപ്പമില്ല, പിന്നെ കയറി വരേനു. അങ്ങനെ തന്നെ പോയി പഠിച്ചാ.